ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് ഷിയാക്കൾ? ലോകത്ത് മുസ്ലിമീങ്ങൾ രണ്ട് വിഭാഗമാണ് പ്രധാനമായിട്ടും. ഒന്ന് സുന്നികളും മറ്റൊന്ന് ഷിയാക്കളുമാണ്. ഷിയാക്കൾ പ്രധാനമായിട്ടുള്ളത് ഇറാൻ, ഇറാഖ് പ്രദേശങ്ങളിലാണ്. സത്യത്തിൽ ഷിയ എന്നുള്ള പ്രയോഗം ഷിയത്ത് എന്നാണ് അതിന്റെ അറബി പറയുന്നത്. ഷിയത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നാണ് അർത്ഥം, വിഭാഗം, കക്ഷി. ഷിയത്ത് അലി എന്നാണ് അവർ അറിയപ്പെടുക, അലിയുടെ പാർട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആരാകണം ഖലീഫ എന്ന വിഷയത്തിൽ ഉണ്ടായവരെ രാഷ്ട്രീയ തർക്കത്തിൽ നിന്നാണ് ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉടലെടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഖലീഫയാകേണ്ടത് എന്നാണ് തീരുമാനിക്കപ്പെട്ടതും അങ്ങനെയാണ് അഭിപ്രായം ഭൂരിഭാഗം ഉണ്ടായത്. പക്ഷെ ഒരു വിഭാഗം ആളുകൾ അലി റളിയല്ലാഹു അൻഹുവാണ് ഖലീഫയാകേണ്ടതെന്ന വാദം ഉന്നയിച്ചു. ആ വിഭാഗമാണ് പിന്നീട് ഷിയത്ത് അലി, അലിയുടെ പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടത്. അവർ പ്രധാനമായും പറഞ്ഞത് അഹ്ലുബൈത്തിൽപ്പെട്ട ആളായിരിക്കണം ഭരണാധികാരി ആകേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല, അലി റളിയല്ലാഹു അൻഹുവാണ് യോഗ്യത എന്നാണ് അവർ പ്രധാനമായും ആ വാദം ഉന്നയിച്ചത്. അങ്ങനെ രണ്ട് കക്ഷികളായി പിരിയുകയും ഭരണാധികാരി കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമാണെന്ന കാഴ്ചപ്പാടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനുള്ളത്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരി കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അദ്ദേഹം ഇമാമ് കൂടിയാണ്, ആത്മീയ നേതാവാണ്. അതുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തുള്ള പ്രത്യേകമായ ചില നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ചില പരമാധികാരങ്ങളൊക്കെ അമീറിനുണ്ട്, ഇമാമിനുണ്ട് എന്നുള്ള വാദമാണ് ഷിയാക്കൾ ഉന്നയിക്കുന്നത്. വിശ്വാസപരമായ കാര്യത്തിൽ അവർ മുസ്ലിമീങ്ങളെ പോലെ തന്നെ, അവർ മുസ്ലിമീങ്ങളാണ്, ബഹുഭൂരിപക്ഷം ആളുകൾ മുസ്ലിമീങ്ങളാണ്. പക്ഷെ അവർ മുബത്തദികളാണ്. മൂന്ന് വിഭാഗം ഷിയാക്കളാണ് ഇറാനിലും ഇറാഖിലേക്കും ഉള്ളത്. ഇസ്തനാ അസറ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, യസീദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഇസ്മായിലികൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. മൂന്ന് വിഭാഗമാണ് പ്രധാനമായിട്ടുള്ളത്. ഇവർ ഖുർആൻ അംഗീകരിക്കുന്നവരാണ്, റസൂലിനെ അംഗീകരിക്കുന്നവരാണ്, ഇസ്ലാം കാര്യങ്ങൾ 5 ഇമാം കാര്യങ്ങൾ 6 വിശ്വസിക്കുന്നവരാണ്. ഇതൊന്നും തർക്കമില്ല. ശാഖാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമസ്കാരം 5 നമസ്കാരമുണ്ട്, പക്ഷെ അത് 3 നേരമായി നമസ്കരിക്കാമെന്നാണ് ഷിയാക്കൾ അഭിപ്രായപ്പെടുന്നത്. സുബഹി നമസ്കരിക്കും, ളുഹ്റും അസ്റും ഒരുമിച്ച് നമസ്കരിക്കും, മഗ്‌രിബ് ഇശാഉം ഒരുമിച്ച് നമസ്കരിക്കുന്ന രീതിയാണ് അവർക്കിടയിലുള്ളത്. തുർബ എന്ന് പറയുന്ന നമസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. അതായത് മൺകട്ടയ്ക്ക് മുകളിലാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് വിശ്വസിച്ചുകൊണ്ട് മൺകട്ടകൾ പള്ളികളിൽ കരുതി അതിന്റെ മേലെ ഒരു സുജൂദ് ചെയ്യാറുമുണ്ട്. അതവരുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസപരമായ ഒരു പ്രത്യേകതയാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 680 കർബലയിൽ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് അവരുടെ ഒരു മതവികാരം ഉണർന്നത്. പിന്നീട് അവർ വളരെ വൈകാരികമായി ഇത്തരം കാര്യങ്ങളെ കാണുകയും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആ ആശുറായിന്റെ മുഹറം 10 ദിവസം അവർ വൈകാരികമായി അതിനെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ രക്തത്തിൽ വലിയ വികാരം, വൈകാരികമായി പ്രതികരിക്കാൻ കഴിയുന്ന രക്തമുള്ള ആളുകളാണ് ഇറാനികൾ. ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന അവരുടെ ആത്മീയ നേതാവിനെയും അവരുടെ ഇമാമിനെയുമാണ്. തീർച്ചയായിട്ടും അതിന്റെ പ്രതികാരം അവർ വീട്ടാതിരിക്കില്ല. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് ഗൗരവമായി പോകാനാണ് സാധ്യതയുള്ളത്. അറബ് ലോകത്തും അല്ലാത്ത പ്രതിസന്ധി, ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞു, എണ്ണക്കപ്പലുകളുടെ വലിയൊരു ചാനലാണത്. അതുകൊണ്ട് ലോകത്ത് തന്നെ സാമ്പത്തിക അവസ്ഥയിലേക്ക് വലിയ പ്രതിസന്ധികൾ നേരിടാനിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുകയും ശത്രു പരാജയപ്പെടുകയും എന്നൊരവസ്ഥ അല്ലാഹു സംജാതമാക്കുമാറാകട്ടെ. ഒരുപക്ഷെ ഇസ്രായേലിന്റെ അന്ത്യമാകാനുള്ള സാധ്യതയും ഇതിനുണ്ട്. അല്ലാഹു തആല നിലക്കുന്നതിനെ ആക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിം സൈന്യത്തിന് അല്ലാഹു ശക്തി പകരുമാറാകട്ടെ. അവരുടെ ആയുധങ്ങൾക്ക് അല്ലാഹു വിജയിക്കാനുള്ള എല്ലാവിധ സാധ്യതയും കൊടുക്കുമാറാകട്ടെ.